എല്ലാവരും നുണയന്മാർ. വിജയനഗര രാജാവ് തന്റെ നാട്ടിലെ പ്രജകൾ ആരും തന്നെ നുണ പറയില്ലെന്ന് വിശ്വസിച്ചിരുന്നു. ഒരു ദിവസം രാജസദസ്സിൽ, നമ്മുടെ നാട്ടിൽ ആരും തന്നെ നുണ പറയില്ലെന്ന് നോം കരുതുന്നു. ക്ഷമിക്കണം മഹാരാജാവേ, സത്യം പറയുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ സത്യം പറയൂ. ചില ഋഷിമാരൊഴികെ മനുഷ്യരെല്ലാവരും നുണ പറയും. അല്ലല്ലോ, അങ്ങനെയല്ല. ഞാനും എന്റെ മന്ത്രിമാരും ഋഷികളല്ല, എന്നാലും ഞങ്ങൾ നുണ പറയുന്നില്ലല്ലോ. ക്ഷമിക്കണം മഹാരാജാവേ, വേണ്ടി വന്നാൽ ചില സമയങ്ങളിൽ താങ്കളും നുണ പറഞ്ഞേക്കാം. ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്നെ കൊണ്ട് നുണ പറയിപ്പിക്കാൻ സാധിക്കുമോ നിനക്ക്? രാമൻ ഇതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചു. കുറച്ച് ദിവസങ്ങൾക്കകം രാജാവും മന്ത്രിമാരും ഇക്കാര്യം പാടേ മറന്നു. അപ്പോൾ ആ നാട്ടിലേക്ക് ഒരു സന്യാസി വന്നു. അദ്ദേഹം എല്ലാവർക്കും താൻ ദൈവത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. വരൂ ഭക്തജനങ്ങളെ, ഈ മുറിയിൽ ദൈവത്തെ നിങ്ങൾക്ക് പ്രകാശരൂപത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തെ കാണാൻ കഴിയില്ല. നിങ്ങളുടെ മുഖമേ കാണാൻ കഴിയൂ. ആ കാര്യം ഓർമ്മയിരിക്കട്ടെ. ചിലർ ഭയന്നോടി, മറ്റു ചിലർ അകത്ത് ചെന്നു നോക്കി. ഈ വാർത്തയറിഞ്ഞ രാജാവും രാജ്ഞിയും മന്ത്രിമാരും അവിടെ എത്തി. ആദ്യം മന്ത്രിമാർ അകത്ത് കടന്നു. അവർ സ്വന്തം മുഖം കണ്ടു. എന്നാലും പുറത്തു വന്ന്, ഞാൻ ദൈവത്തെ കണ്ടു, അത് വളരെ പ്രകാശമയമായിരുന്നു. ഓരോരുത്തരായി അകത്ത് ചെന്ന് സ്വന്തം മുഖം നോക്കി. എന്നാൽ പുറത്തു വന്ന് രാജാവിനെ ഭയന്ന് നുണ പറഞ്ഞു. ആഹാ, എത്ര നന്നായിരുന്നു! ഇതുപോലെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. അതെയോ? നോമും പോയി നോക്കട്ടെ. അകത്ത് പോയ രാജാവ് സ്വന്തം മുഖം കണ്ട് ഞെട്ടിപ്പോയി. എന്നാലും ദൈവത്തെ കണ്ടുവെന്ന് നുണ പറഞ്ഞു. താങ്കൾ ദൈവത്തെ കണ്ടോ? കണ്ടു. നോം കണ്ടു. എങ്ങനെ അതിന് കഴിയും? അവിടെ ഒരു കണ്ണാടി മാത്രമല്ലേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ തന്നെയാണ് ഏർപ്പാട് ചെയ്തത്. താങ്കളും ചില സമയങ്ങളിൽ നുണ പറയുമെന്ന് ബോധ്യപ്പെടുത്താനായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്നോട് ക്ഷമിക്കണം മഹാരാജാവേ. നാം പാപിയാണെന്ന് ആരും കരുതരുത് എന്ന് വിചാരിച്ചാണ് നുണ പറഞ്ഞത്. ഛേ, ആലോചിച്ചാൽ നമുക്ക് തന്നെ നാണം തോന്നുന്നു. കലാബോധമോ സാമാന്യബോധമോ? രാജനഗരത്തിൽ നിന്ന് ഒരു ചിത്രകാരൻ വിജയനഗരത്തിലെത്തി. തന്റെ ചിത്രങ്ങളെല്ലാം രാജാവിന് കാണിച്ചു കൊടുത്തു. ആഹാ, ഈ ചിത്രങ്ങളെല്ലാം വളരെ മനോഹരമായിരിക്കുന്നു. രാമ, ആ മാനിന് നല്ല ഭംഗിയുണ്ടല്ലേ? അതിനെയല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതെ രാജാവേ, പക്ഷേ ആ മാനിന് ഒരു ചെവിയേ ഉള്ളൂ. അത് ശ്രദ്ധിച്ചോ? രാജാവിന് മറുപടിയില്ലായിരുന്നു. എന്നാൽ ചിത്രകാരൻ അതിനോട് യോജിച്ചില്ല. ആ മാൻ അതിന്റെ വലതുഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇടത് ചെവി കാണാൻ കഴിയാത്തത്. എന്നാലും കുറച്ചെങ്കിലും കാണണമല്ലോ. ചിത്രകാരന് വല്ലാത്ത ദേഷ്യം പിടിച്ചു. നിന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരന് ഇതിനെപ്പറ്റി യാതൊന്നും അറിയില്ല. ആസ്വദിക്കാൻ അറിയുന്നവനെ അഴകെന്താണെന്ന് മനസ്സിലാവും. ചിത്രകാരന്റെ തെറ്റെന്താണെന്ന് അയാളെ ബോധ്യപ്പെടുത്താൻ രാമൻ തീരുമാനിച്ചു. മഹാരാജാവേ, ഞാനും ധാരാളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അങ്ങേ കാണിക്കട്ടെ. രാമൻ പറയുന്നതിലെന്തോ തക്കതായ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ രാജാവ്, ശരി രാമ, ഞാനും ചിത്രകാരനും നാളെ നിന്റെ ചിത്രങ്ങൾ കാണാൻ വരാം. അടുത്ത ദിവസം രാജാവും ചിത്രകാരനും രാമന്റെ വീട്ടിലെത്തി. അവിടെ 2 വെള്ള കടലാസ് ഉണ്ടായിരുന്നു. അതിനു മുകളിൽ കുതിര, പുല്ല് എന്നെഴുതിയിട്ടുണ്ടായിരുന്നു. എന്റെ ചിത്രങ്ങൾ എങ്ങനെയുണ്ട്? ഇതില് പുല്ലുമില്ല, കുതിരയുമില്ലല്ലോ. ഓ, കുതിരയോ? അത് പുല്ല് തിന്നാൻ പോയിരിക്കുക. അതുകൊണ്ട് അതിനെ കാണാൻ പറ്റില്ല. അപ്പൊ പുല്ലെവിടെ? കുതിര പുല്ല് മുഴുവനും തിന്നു കഴിഞ്ഞു. അതുകൊണ്ട് പുല്ലും കാണാൻ പറ്റില്ല. ആസ്വദിക്കാൻ അറിയുന്നവനെ അഴകെന്താണെന്ന് മനസ്സിലാവും. ചിത്രകാരന് തന്റെ തെറ്റിനെ ഓർത്ത് നാണക്കേട് തോന്നി. சுதந்திர வாழ்க்கை. മഹാറാണി ഒരു ഭംഗിയുള്ള കിളിയെ വളർത്തി വന്നു. അതിനെ സ്വർണ്ണക്കൂട്ടിലിട്ട് അതിന് പഴവും ധാന്യങ്ങളും നൽകുമായിരുന്നു.
ചില വാക്കുകൾ സംസാരിക്കാൻ അതിനെ പഠിപ്പിച്ചു. എന്താ അത്? വ്യത്യസ്തമായ ശബ്ദം കേൾക്കുന്നല്ലോ. വാ രാമ, ഈ കിളി നമ്മുടെ അരമനയിലായിരിക്കും ഇനി വസിക്കുക. അതിന് നല്ല വാക്കുകൾ മാത്രമേ സംസാരിക്കാൻ അറിയൂ. എന്ത് സംസാരിക്കുമെന്നോ? പക്ഷികൾ സ്വയം സംസാരിക്കില്ല. നമ്മൾ നൽകുന്ന ഭക്ഷണത്തിനായേ സംസാരിക്കൂ. അല്ല രാമ, ഇത് വ്യത്യസ്തമായ കിളിയാണ്. നല്ലത് മാത്രമേ പറയൂ. ക്ഷമിക്കണം മഹാരാജാവേ, താങ്കൾ അനുവദിച്ചാൽ അത് നുണയാണെന്ന് തെളിയിക്കാം. അതെങ്ങനെ? കുറച്ചു ദിവസത്തേക്ക് ഈ കിളിയെ ഞാൻ വളർത്തിയിട്ട് പിന്നീട് ഇതിനെ കൊണ്ടുവരാം. ശരി, നീ തെളിയിച്ചില്ലെങ്കിൽ നിനക്ക് ശിക്ഷ ഉറപ്പാണ്. രാമൻ ആ കിളിയെ എടുത്തുകൊണ്ടുപോയി. ഒരു കിളി വളർത്തുകാരന്റെ സഹായത്തോടെ അതിനെ ചില ചീത്ത വാക്കുകൾ പഠിപ്പിച്ചു. മഹാരാജാവ് വൃത്തികെട്ടവൻ, രാജ്ഞി നാണം കെട്ടവൾ എന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കിളിയെ തിരിച്ചു കൊണ്ടുവന്നു. രാമ, എന്റെ കിളിയെ നീ എന്താ ചെയ്തത്? മുമ്പ് ഇതിങ്ങനെ സംസാരിച്ചിരുന്നില്ലല്ലോ. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം മഹാരാജാവേ. മൃഗങ്ങളും പക്ഷികളും നാം കൊടുക്കുന്ന ഭക്ഷണത്തിനു വേണ്ടി നാം എന്തു പഠിപ്പിക്കുന്നോ അത് തന്നെ ആവർത്തിക്കൂ. പക്ഷി മൃഗാദികളെ കൂട്ടിലടയ്ക്കരുത്. അവയെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കണം. മഹാരാജാവ് തന്റെ തെറ്റ് മനസ്സിലാക്കി ആ കിളിയെ സ്വതന്ത്രമാക്കി. പാലിനെ ഭയപ്പെട്ട പൂച്ച. ഒരിക്കൽ കൃഷ്ണദേവരായർ കുറെ പൂച്ചകളെ വാങ്ങിച്ചു. മഹാറാണിക്ക് പൂച്ചകളെ വളരെ ഇഷ്ടപ്പെട്ടു. തന്റെ മന്ത്രിമാരുടെ പക്കൽ വളർത്താനായി ഏൽപ്പിച്ചു. പൂച്ചയ്ക്ക് പാൽ കൊടുക്കുവാനായി ഒരു പശുവിനെയും അവർക്ക് കൊടുത്തു. രാമ, ഈ പൂച്ചയോടൊപ്പം പശുവിനെയും എടുത്തുകൊള്ളൂ. പൂച്ചയ്ക്ക് ധാരാളം പാൽ കൊടുത്ത് നന്നായി വളർത്തണം കേട്ടോ. അങ്ങനെ ആകട്ടെ മഹാറാണി. ഈ പൂച്ചയെ ഞാൻ എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ പരിപാലിക്കാം. കുറെ ദിവസങ്ങൾക്ക് ശേഷം പൂച്ചകളുടെ വളർച്ചയെപ്പറ്റി അറിയാനായി അവയെ കൊണ്ടുവരാൻ മഹാറാണി ആജ്ഞാപിച്ചു. അവയിൽ രാമന്റെ പൂച്ച മാത്രം തടിച്ചു കൊഴുത്ത് സുന്ദരിയായിരുന്നു. രാമ, നിന്റെ പൂച്ചയാണ് തടിച്ചു കൊഴുത്ത് നല്ല ഭംഗിയായുള്ളത്. ഇതാ നിനക്കാണ് സമ്മാനം. പൂച്ച ഒരു ദിവസം പോലും പാല് കുടിക്കുന്നത് ഞാൻ കണ്ടതേയില്ലല്ലോ. പിന്നെങ്ങനെ തടിച്ചു കൊഴുത്തു? ഓ അതോ, ഒരു ദിവസം പൂച്ചയ്ക്ക് ചൂടുള്ള പാല് കൊടുത്തു. അതിന്റെ നാക്ക് പൊള്ളിപ്പോയി. അന്നു മുതല് അത് പാല് കുടിക്കുന്നത് നിർത്തിയിട്ട് എലികളെ പിടിച്ച് തിന്നാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എലികളുടെ ശല്യവും കുറഞ്ഞു, കുട്ടികൾക്ക് പോഷകമുള്ള പാലും കിട്ടുന്നു. അതെ, പൂച്ചയും നന്നായി. നമ്മുടെ വീട്ടിൽ ഇപ്പോ എലി ശല്യവും ഇല്ല. കുട്ടികളും പോഷകമുള്ള പാല് കുടിക്കുന്നു. വിഡ്ഢികളായ കള്ളന്മാർ. ഒരു ദിവസം രാത്രി രാമന്റെ വീട്ടിൽ ചില കള്ളന്മാർ വന്നു. രാമൻ അവരെ കണ്ടു. അവരെ കബളിപ്പിക്കാൻ ഒരു പദ്ധതി ഇട്ടു. രാമൻ ഉച്ചത്തിൽ തന്റെ ഭാര്യയെ വിളിച്ചു. ലക്ഷ്മി, നമ്മുടെ നാട്ടിൽ കള്ളന്മാരുടെ ശല്യം അധികമായിരിക്കുക. നമ്മുടെ പണം, ആഭരണം എല്ലാം ഭദ്രമായി സൂക്ഷിക്കണം. അയ്യോ, നമ്മുടെ പണവും ആഭരണമൊക്കെ എവിടെയാ സൂക്ഷിക്കുക? ഒരു വലിയ പെട്ടിയിൽ പണവും ആഭരണവും ഇട്ട് കിണറ്റിലേക്ക് വലിച്ചെറിയാം. അതാണ് സുരക്ഷിതമായ സ്ഥലം. രാമനും ലക്ഷ്മിയും പെട്ടി കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. രാമനും ലക്ഷ്മിയും പെട്ടി കിണറ്റിലേക്ക് വലിച്ചെറിയുന്നത് കണ്ട കള്ളന്മാർ അവർ വീട്ടിനുള്ളിലേക്ക് പോകുന്നതുവരെ കാത്തിരുന്നു. കിണറ്റിലുള്ള പെട്ടി എങ്ങനെ പുറത്തെടുക്കും? കിണറ്റിലുള്ള വെള്ളം മുഴുവൻ കോരിയെടുത്ത് കളഞ്ഞാൽ പെട്ടി വേഗം കണ്ടുപിടിക്കാം.
വിഡ്ഢികളായ കള്ളന്മാർ കിണറ്റിൽ നിന്ന് മാറി മാറി വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നേരം വെളുത്തു. കള്ളന്മാർ ക്ഷീണിച്ചവശരായി. അപ്പോൾ തെന്നാലിരാമൻ അവിടെ എത്തി. തോട്ടത്തിലുള്ള എല്ലാ ചെടികൾക്കും വെള്ളം നനച്ചല്ലോ. വളരെ സന്തോഷം. നീ എന്താ പറയുന്നത്? നിങ്ങളെ വിഡ്ഢികളാക്കണമെന്ന് കരുതി. അതേസമയം എന്റെ ചെടികൾക്കും വെള്ളം നനയ്ക്കേണ്ടിയിരുന്നു. രണ്ട് ജോലിയും നന്നായി നടന്നല്ലോ. ദൈവമേ, നമ്മുടെ ഗതി ഇങ്ങനെ ആയല്ലോ. വിഡ്ഢികളായ കള്ളന്മാർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അടുത്ത ദിവസം ഈ കഥ കേട്ട രാജാവ് കുലുങ്ങി കുലുങ്ങി ചിരിച്ചു. രാമന് ധാരാളം ഗർഭം ധരിച്ച പാത്രം. വിജയനഗരത്തിൽ നകുലൻ എന്നൊരു പണക്കാരനുണ്ടായിരുന്നു. അവൻ മറ്റുള്ളവരുടെ വീട്ടിലെ വിശേഷങ്ങൾക്കായി പാത്രവും പണവും കടമായി നൽകുമായിരുന്നു. അവനൊരു അത്യാഗ്രഹിയായിരുന്നു. പാവപ്പെട്ടവരെ കബളിപ്പിച്ച് പണം വാങ്ങുന്നവൻ. ഒരു തവണ കടം വാങ്ങിയ പാത്രങ്ങൾ തിരികെ കൊടുക്കാനായി ഒരാൾ വന്നു. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ചളുങ്ങിയിട്ടുണ്ടല്ലോ. ഓരോ പാത്രത്തിനും 5 രൂപ വീതം കൂടുതൽ തരണം. നകുല, ഇതിലൊരു ചെറിയ ബോറലല്ലേ ഉള്ളൂ, അതിനെന്തിനാ ഇത്ര കൂടുതൽ ചോദിക്കുന്നത്? ഈ പാത്രങ്ങളൊക്കെ നേരേക്കാൻ വേണ്ടിയാണത്. വേഗം ആവട്ടെ. പാത്രത്തിന്റെ വിലയേക്കാൾ അധികമാണ് ഈ ചോദിക്കുന്നത്. ഇതൊട്ടും ശരിയല്ല. ദുഃഖിതരായ എല്ലാവരും തെനാലിരാമനെ സമീപിച്ചു. രാമ, ദയവ് ചെയ്ത് ഞങ്ങളെ നകുലന്റെ അടുത്ത് നിന്ന് രക്ഷിക്കണം. എന്തു പറ്റി നിങ്ങൾക്ക്? എന്താ പ്രശ്നമെന്ന് പറയൂ. നകുലൻ ഞങ്ങളെ കബളിപ്പിച്ച് അധിക പണം വാങ്ങുന്നു. വിഷമിക്കാതിരിക്കൂ. അവനെ ഒരു നല്ല പാഠം പഠിപ്പിക്കാം. നകുലനെ ഒരു പാഠം പഠിപ്പിക്കാനായി രാമൻ ഒരു നല്ല ഉപായം കണ്ടിരുന്നു. രാമൻ നകുലന്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങളുടെ വീട്ടിലൊരു വിശേഷമുണ്ട്. എനിക്ക് 2 പാത്രം കടമായി തരാമോ? ഇതാ, ഈ പാത്രങ്ങൾ എടുത്തോ. 2 ദിവസത്തിനകം തിരിച്ചു തരണം. കൂടെ 10 രൂപയും തരണം. 2 ദിവസം കഴിഞ്ഞ് ആ പാത്രങ്ങൾ തിരികെ കൊടുക്കാനായി രാമൻ നകുലന്റെ വീട്ടിൽ ചെന്നു. കൂടെ 2 ചെറിയ പാത്രങ്ങളും എടുത്തുകൊണ്ടു പോയിരുന്നു. നകുല, ഇതാ നിന്റെ പാത്രവും പണവും. എന്താ ഇത്? എന്തിനാ ഈ ചെറിയ പാത്രങ്ങൾ എനിക്ക് തരുന്നത്? അത് എന്റേതല്ലല്ലോ. നകുല, നീ ഈ പാത്രങ്ങൾ എനിക്ക് തരുമ്പോ അവ ഗർഭം ധരിച്ചിരുന്നു. അവയുടെ കുട്ടികളാണിവ. ചെറിയ പാത്രങ്ങളും നിന്റേത് തന്നെയാ. ഇതും നീ തീർച്ചയായും വാങ്ങിക്കണം. അത്യാഗ്രഹിയായ നകുലൻ ആ പാത്രങ്ങളും സ്വീകരിച്ചു. അവൻ രാമനെ ഒരു വിഡ്ഢിയെന്ന് കരുതി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാമൻ വീണ്ടും നകുലന്റെ വീട്ടിലെത്തി. തന്റെ വീട്ടിലെ കല്യാണ ആവശ്യത്തിനായി 20 പാത്രങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രാമൻ വന്നതേയില്ല. വിവശനായ നകുലൻ രാമന്റെ വീട്ടിലെത്തി. രാമ, എന്റെ അടുത്തുനിന്ന് വാങ്ങിയ പാത്രങ്ങളൊക്കെ എവിടെ? ഓ, അതോ? നീ തന്ന പാത്രങ്ങളൊക്കെ ഗർഭം ധരിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ നീ കുട്ടികളോടൊപ്പം അതൊക്കെ തിരിച്ചു തരണ്ടേ? എന്റെ പാത്രങ്ങൾ എവിടെ? അല്ല നകുല, എല്ലാ പാത്രങ്ങളും പ്രസവത്തിൽ മരിച്ചുപോയി. നകുലന് താൻ കബളിപ്പിക്കപ്പെട്ടെന്ന് മനസ്സിലായി. ഇനി മുതൽ ആരെയും കബളിപ്പിക്കില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തു. രാമന് വിധിച്ച ശിക്ഷ. കൃഷ്ണദേവരായനെ കൊല്ലാൻ ഗോൽക്കൊന്ത നാട്ടിലെ രാജാവ് തീരുമാനിച്ചു. അതിനുവേണ്ടി അയാൾ വിജയനഗരത്തിലേക്ക് ഒരു ചാരനെ അയച്ചു. അവൻ രാമന്റെ വീട്ടിൽ ചെന്ന് ബാല്യത്തിൽ കാണാതെ പോയ ലക്ഷ്മിയുടെ സഹോദരൻ ത്രിലോകാണ് താനെന്ന് സ്വയം പരിചയപ്പെടുത്തി. ചേച്ചി, ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ച് ധാരാളം പണം സമ്പാദിച്ചു. ചേച്ചിക്ക് വേണ്ടി പട്ടുചേലയും ആഭരണങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതെയോ? ഇത്രയും നാൾ നിന്നെ കാണാതെ വല്ലാതെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. അതെ, ബാല്യത്തിൽ കാണാതെ പോയ എന്റെ സഹോദരൻ ത്രിലോക് 15 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. അതെയോ? വളരെ സന്തോഷം. വാ ത്രിലോക്, ഞങ്ങളോടൊപ്പം കുറച്ചു ദിവസം താമസിക്കാം. ആ ചാരൻ രാമൻ എഴുതുന്നതുപോലെ രാജാവിനൊരു കത്തെഴുതി. അതിൽ ഒരു രഹസ്യത്തെപ്പറ്റി സംസാരിക്കാനായി രാജാവ് തന്റെ വീട്ടിലേക്ക് തനിച്ചു വരണമെന്ന് എഴുതിയിരുന്നു. രാജാവ് തനിച്ചു വരുമ്പോൾ ചാരൻ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ രാജാവ് രക്ഷപ്പെട്ടു. ഈ സംഭവത്താൽ രാമൻ ദുഃഖിതനായി. അവൻ രാജാവിന്റെ പക്കൽ ചെന്ന്, ആ ചാരനെ വിശ്വസിച്ച് എന്റെ വീട്ടിൽ താമസിപ്പിച്ചതോർത്ത് എനിക്ക് നാണം തോന്നുന്നു മഹാരാജാവേ. ദയവ് ചെയ്ത് അങ്ങനെ ശിക്ഷിക്കണം. ഇല്ല രാമ,
നോം നിന്നെ വിശ്വസിക്കുന്നു. ഇത് നിന്റെ തെറ്റല്ല. ശത്രുക്കൾ നമ്മെ കൊല്ലാനായി ചെയ്ത ചതിയാണിത്. ആയിരിക്കാം മഹാരാജൻ. എന്നാലും ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ തീരൂ. ശരി, അങ്ങനെയെങ്കിൽ നിനക്ക് മരണശിക്ഷ തന്നെ. എങ്ങനെ മരിക്കണമെന്ന് നീ തന്നെ തീരുമാനിച്ചുകൊള്ളൂ. വളരെ നന്ദി മഹാരാജാവേ. ഞാൻ വാർദ്ധക്യം മൂലം മരിക്കാൻ ആഗ്രഹിക്കുന്നു. നീ ഈ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുമെന്ന് നമുക്കറിയാമായിരുന്നു. നിന്നെപ്പറ്റി ആലോചിച്ചാൽ അഭിമാനം തോന്നുന്നു രാമ. രാമൻ മോഷ്ടിച്ച കത്തിരിക്ക. കൃഷ്ണദേവരായർ തന്റെ തോട്ടത്തിൽ ഒരു പുതിയ തരം വിത്തില്ലാത്ത കത്തിരിക്ക വളർത്തി വന്നു. രാജാവിനോടൊപ്പം വിരുന്നുണ്ണുമ്പോൾ രാമൻ ആ കത്തിരിക്ക കഴിക്കാനിടയായി. അവനത് വളരെ ഇഷ്ടപ്പെട്ടു. ഇന്ന് രാജാവിനോടൊപ്പം വിരുന്നുണ്ണുമ്പോൾ വിത്തില്ലാത്ത കത്തിരിക്ക കറി കഴിച്ചു. നല്ല രുചിയുണ്ടായിരുന്നു. എന്ത്? വിത്തില്ലാത്ത കത്തിരിക്കയോ? അത് കൊള്ളാമല്ലോ. എനിക്കും കുറച്ച് എടുത്തോണ്ട് വരാമോ? അത് പറ്റില്ലല്ലോ. രാജാവ് അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ വളർത്തുന്നതല്ലേ. ആ തോട്ടക്കാരൻ ആരെയും പറിക്കാൻ അനുവദിക്കില്ല. എന്നാലും രാമൻ തന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് രാമൻ കുറേ കത്തിരിക്ക മോഷ്ടിച്ചു കൊണ്ടുവന്നു. ഇതാ വിത്തില്ലാത്ത കത്തിരിക്ക കൂട്ടാൻ തയ്യാർ. നമ്മുടെ മകൻ പുറത്തുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവനെ ഉണർത്തി കൂട്ടിക്കൊണ്ടുവരൂ. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാം. രാമൻ തന്റെ മകനെ ഉണർത്താനായി അവന്റെ മേൽ കുറച്ച് വെള്ളം തളിച്ചു. ആ, എന്താ ഇത്? മഴ പെയ്യുന്നല്ലോ. അടുത്ത ദിവസം കത്തിരിക്ക മോഷണം പോയ വിവരം രാജാവ് അറിഞ്ഞു. അദ്ദേഹം രാമനെ സംശയിച്ചു. കുട്ടികൾ നുണ പറയില്ല എന്നുള്ളതുകൊണ്ട് രാമന്റെ മകനെ കൂട്ടിക്കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. മോനെ, ഇന്നലെ നീ കത്തിരിക്ക കറി കഴിച്ചോ? അതെ മഹാരാജാവേ, നല്ല സ്വാദുണ്ടായിരുന്നു. എപ്പോഴാ കഴിച്ചത്? ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മഴ പെയ്തു. അപ്പോഴാണ് കത്തിരിക്ക കറി കഴിച്ചത്. അന്നേ ദിവസം മഴ പെയ്തിരുന്നില്ല. അതുകൊണ്ട് രാജാവിന് രാമന്റെ മേലുള്ള സംശയം നീങ്ങി. വികടകവി. രാമൻ തന്ത്രപൂർവം കോട്ടയ്ക്കുള്ളിൽ കടന്നത് മഹാരാജാവ് അറിഞ്ഞു. എന്നാലും അവന്റെ ധൈര്യവും ബുദ്ധിചാതുര്യവും വളരെ ഇഷ്ടപ്പെട്ട മഹാരാജാവ് അവനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. തന്റെ കാവൽക്കാരെ വിളിച്ച്, രാജഗുരുവിനെ രാമൻ വല്ലാതെ ഉപദ്രവിച്ചു. അതുകൊണ്ട് കഴുത്ത് വരെ അവനെ മണ്ണിൽ പൂഴ്ത്തിവെച്ച് ഒരാനയെ കൊണ്ട് അവന്റെ തലയിൽ ചവിട്ടിപ്പിക്കണം. കാവൽക്കാർ രാജാവിന്റെ ആജ്ഞാനുസരണം രാമനെ കഴുത്തുവരെ പൂഴ്ത്തിവെച്ചിട്ട് ആനയെ കൊണ്ടുവരാൻ പോയി. രാമനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു കൂനൻ ആ വഴിക്ക് പോകുന്നത് കണ്ട രാമന് ഒരാശയം തോന്നി. സുഹൃത്തേ, സുഹൃത്തേ, നീ ഇവിടെ വന്നത് നിന്റെ ഭാഗ്യമാ. എന്ത് ഭാഗ്യമോ? എനിക്കോ? ഞാനും നിന്നെപ്പോലൊരു കൂനനാ. ഒരു കുഴിക്കുള്ളിൽ കഴുത്തുവരെ മണ്ണിട്ട് മൂടി കുറച്ചു നേരം ഇരുന്ന കൂന് ശരിയാകുമെന്ന് ഒരു വൈദ്യം പറഞ്ഞു. അതെയോ? അപ്പൊ നിന്റെ കൂന് മാറിയോ? എന്നെ ഒന്ന് പുറത്തേക്ക് എടുത്തു വിടാവോ? കൂന് മാറിയോന്ന് നോക്കാം. കൂനൻ രാമനെ കുഴിയിൽ നിന്ന് പുറത്തെടുത്ത് അവന്റെ നിവർന്ന മുതുക് കണ്ട് ആശ്ചര്യപ്പെട്ടു. ആഹാ, എന്റെ കൂന് മാറി. ഇപ്പൊ എനിക്ക് നിവർന്നു നടക്കാൻ കഴിയും. അതെ, എന്നെ ഇതുപോലെ കുഴിയിലൊന്നിട്ട് മൂടാവോ? എനിക്കും എന്റെ കൂന് ഭേദമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. രാമൻ അയാളെ കുഴിയിലിറക്കി നിർത്തി കഴുത്തുവരെ മണ്ണിട്ട് മൂടിയ ശേഷം സന്തോഷത്തോടെ രാജസദസ്സിലെത്തി. നീ എങ്ങനെയാണ് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടത്? ഒരു കൂനനാണ് എന്നെ രക്ഷിച്ചത് മഹാരാജാവേ. നിന്റെ ബുദ്ധി സാമർഥ്യത്തിൽ നാം വളരെയധികം സന്തോഷിക്കുന്നു. ഇന്നു മുതൽ നീയാണ് നമ്മുടെ രാജസദസ്സിലെ വികടകവി.